കൂന്തൽ മുടി കെട്ടി കഞ്ചിക പേരന്തടിക്കും ഏണത്തോടുവട മുടിയുടുത്ത് ഒട്ടിയാണങ്ങൾ കൂട്ടി ഏണത്തി അതിക്രമമാൻ നൽകുറത്തി വേഷം കെട്ടി സഭയിൽ വന്നതാകിൽ നാണിച്ചു കൊണ്ടോടുമല്ലോ ഈ പക്വ സ്ത്രീകളൊക്കെ
അയ്യോ എന്താണ്ടി എന്റെ തങ്കക്കിളിയുടെ മകളെ കൂട്ടിക്കിളിയേ അച്ഛനെന്താണെന്ന് കേക്കുന്നത് ഈ പിലച്ച നേരത്ത് അച്ഛ ഉണ്ണി പണ്ട് വന്നു. ആളെ മനസ്സിലായില്ല. രാജ്യവിടെ, വീടെവിടെ, കുടിയെവിടെ, നാടെവിടെ, നിക്കവിടെ, ദേശമെവിടെ, കേടി പൂണേ. അച്ഛാ നിങ്ങൾ തന്നവിടെ നിന്നവിടെ മറക്കുന്ന ജാതികളല്ലേ അതിന് നീ എനിക്ക് എന്ത് തന്ന്, ഞാൻ എന്ത് തിന്ന്? അച്ഛാ നിങ്ങൾ ഒരു തവണ എന്റെ അവിടെ വന്നിട്ട് എന്നെ പറ്റിച്ചു പോയതല്ലാതെ യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ലോന്ന്. അടിപ്പണ്ണെ, ഞാൻ നിന്നെ പറ്റിച്ചതല്ല. അന്നക്ക് പിന്നെന്ത് ചെയ്ത് പുളി വെച്ച് കുടിച്ചു കാണും ഉണ്ടാണ്ട് പോയതാണ്. അച്ഛാ നിങ്ങൾ എന്താ കേക്കുന്നത്? എന്താണ് കുട്ടിയെ, നീ അച്ഛ ഉണ്ണി കണ്ടു വന്നല്ലോ. തന്റെ രാജ്യം എന്റെയാണെന്ന് കേട്ട് അല്ല പിന്നെയാ നിന്റെ ചേച്ചിന്റെ? അതല്ല എന്റെ രാജ്യമാണോ? ഇയാളുടെ രാജ്യം. എന്റെ രാജ്യം വന്നിട്ട് എവിടെയാണ്? എവിടെ? തെക്ക് തെക്ക. എന്നാ 2 ക്ലാസ് എന്ത് തെക്കിയത്? അതല്ലാന്ന് തെക്ക് പറഞ്ഞാല് തെക്ക് തിരുവനന്തപുരം അല്ലേന്ന്. ഓ, തെക്ക് തിരുവനന്തപുരം. അപ്പൊ തെക്ക് തിരുവനന്തപുരം തന്റെ രാജ്യം. അതേന്ന്. അപ്പൊ തന്റെ ജാതിയോ? ഇനി ജാതി വന്നിട്ടേ കോ എന്ന് പറയും. അവിടെയാണ് കിടപ്പ്. ഈ പേൽച്ച നേരത്ത് വന്നു കണ്ട് ഈ പെണ്ണ് കോ എന്ന് പറഞ്ഞാൽ ഇതിന് എങ്ങനെ മനസ്സിലാക്കാം? കോ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ വള്ളിനെ കൂട്ടാ. വള്ളിനെ കൂട്ടാൻ പറ്റില്ലാന്ന്. എന്താ? വള്ളിനെ കൂട്ടി അവള് പകുതി എത്തുമ്പോ ചണ്ടയുണ്ടാക്കുന്നു. ഷമ്മുക, കോ എന്നുള്ള അക്ഷരമുണ്ടല്ലോ, ഇതിന്റെ അപ്പുറം നീ കയറ്റി പിടിക്കണം. കാരണം എന്തറിയോ? കയറ്റി പിടിച്ചില്ല പറഞ്ഞാൽ നീ ഇന്നിവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഇല്ല, ഞാൻ തൃശ്ശൂർ ഇരിക്കില്ല. ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് എത്തുക. ഷമ്മുക, ഇതാണ് എനിക്ക് അറിവില്ല പറയാൻ കാരണം. അറിവ് നിർത്തിന്ന് പിന്നെന്ത് ചെയ്യണേ? തോലൊരിക്കൽ പിള്ളാച്ചി കൊണ്ട് കോ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം നീ ആദ്യം മനസ്സിലാക്കണം. അതില് ഒന്നേ പറയൂ അവള്. ആ സമയം നീ ഒരു പേരില് മടക്ക്. ഇപ്പൊ മനസ്സിലായി. അവള് ഒന്നേ പറയുമ്പോ എന്റെ ഒരു പേരില് മടക്ക്. 2 പറയുമ്പോ 2ാമത്തത് പഴംപള്ളക്ക്. 3 പറയുമ്പോ 3ാമത്തത് തോട്ടും പള്ളക്ക്. അത് കൊടുവല്ലേ പോണങ്ങട്. അങ്ങനെയല്ലേ? അതല്ലാന്ന് എന്റെ ജാതി വന്നിട്ട് ജാതി വന്ന് കൊറത്തേല്ലേന്ന്. പേരെന്തമ്മാ? അച്ഛന്മാര് തമ്മിൽ എങ്ങനെ വിളിക്കും? ലക്ഷ്മി കുട്ടീന്ന് വിളിക്കും. അങ്ങനെയാ നിങ്ങൾ വിളിക്കണ? ലക്ഷ്മി തമ്പരായിട്ട് വിളിക്കേ. അങ്ങനെ ആര് വിളിക്കണം? നിങ്ങൾ വിളിക്കുന്നു. എന്നെ കിട്ടില്ല. നോക്കി സ്നേഹകൂടി ലക്ഷ്മി കുട്ടീന്ന് വിളിക്കേ. ലക്ഷ്മിയെ എന്തേ നിങ്ങൾ ആരും കൂടി പുറപ്പെട്ട്? അച്ഛാ ഞാൻ പറയുമ്പോഴേ നിങ്ങൾ കണക്ക് പിടിക്കുവോ? അച്ഛാ ഞാനും അച്ഛാ എന്റെ കുറവനും എന്റെ അമ്മായും ഇങ്ങനെ 3 കൂടി ഏത് വഴിക്ക് പോയി? 4 കൂടി ഏത് വഴിക്ക് പോയി? അച്ഛാ ചെറുപ്പ സമയത്ത് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേന്ന്. നിന്നെയും കല്യാണം കഴിച്ചു കൊടുത്താ? അപ്പൊ നിനക്ക് കെട്ടിക്കൊടുത്തില്ലേ? കെട്ടിക്കൊടുത്തു. ഏത് രൂപത്തിൽ കെട്ടിക്കൊടുത്ത്? അത് എങ്ങനെ നടന്ന്? നീ കെട്ടിക്കൊടുത്ത ശേഷം അവന്റെ കൂടെ കുടിയപ്പാട് ചെയ്തത് അങ്ങനെയാണ്. ഒന്ന് പറ കേക്കട്ടെ. തെക്ക് മലയാളത്തിങ്കിൽ ദിക്കുവക്കാൻ തന്നെ അച്ഛ കുറകൂലത്തിൽ സംകൂചിരു അച്ഛനമ്മക്ക്. തെക്കു മലയാളത്തിങ്കിൽ ദിക്കുവക്കാൻ തന്നെ അച്ഛ കുറകൂലത്തിൽ സംകൂചിരു അച്ഛനമ്മക്ക്. അരുമയിൽ പിറന്ന മകൾ 5 വയസ്സിങ്കലെന്നെ ആണോട കൂടത്തിൽ എന്നെ അയച്ചു വിട്ടായി. അരുമയിൽ പിറന്നൊരു മകൾ 5 വയസ്സിങ്കലെന്നെ ആണോട കൂടത്തിൽ എന്നെ അയച്ചേലച്ചാ.
കോലവും കെട്ടു ലക്ഷ്മിയെ എന്താണ് ഇങ്ങനെയാണ് ഞാൻ മെന കെട്ടിക്കൊടുത്തത്. നോക്കി കെട്ടിക്കൊടുത്ത ആയില്ലെങ്കിലും എന്റെ ഭർത്താവ് എന്നെ വിട്ടുപിരിഞ്ഞു പോയില്ലേന്ന്. പൂരപ്പറമ്പ് വെച്ചിട്ടാണ്. അതേന്ന് അവിടെ വെച്ചിട്ടാ പോയേ. അതെ. അപ്പോ അയാളുടെ ഒരു കണ്ണ് കാണിച്ചു തരുന്ന്. ബാക്കി ഒരു കണ്ണിന് വിളിക്കുന്നു. എന്നാ അയാളുണ്ടെങ്കിൽ അയാൾ മറ്റേ എന്റെ വീട്ടിൽ ലേസം മാറിക്കോ. ഭഗവതി ഭദ്രകാളി ഭഗവതി ഭദ്രകാളി പാണ്ഡ്യൽ തന്നെ വിട്ട് പരിചിനോട് തുണ ചെയ്യണം പരമനും നീചന്താനി പല പല ചിട്ടിയോട് ഭാണ്ഡങ്ങളൊന്നായി കെട്ടി കിളിവഴിയെയും കൂട്ടി കാണുവാൻ പൂരത്തിങ്കൽ വന്ന് വന്നേ പുരുഷാര വിനോദങ്ങൾ പുതുമകൾ കണ്ടു നിൽക്കേ പുത്രിയായ ഭാര്യ ലക്ഷ്മി അവളെന്നെ വിട്ടി പിരിഞ്ഞത് പോയതിനാൽ കുട്ടിയായുള്ള കുറവൽ ഈ പട്ടണം തന്നിൽ തിരിഞ്ഞു വരുന്നേ നാരായണ അടിയൻ വന്നൊരു കുറവനാണ് കൈലാസമൂർത്തി കൈൽഗണമൂർത്തി അച്ഛാ ഉണ്ണി അച്ഛൻ എന്താ ചോദിക്കുന്നത് തന്റെ രാജ്യ അച്ഛാ എന്റെ രാജ്യം വന്ന് തെക്ക് തിരുവപ്പാണ്ടി ജാതി ജാതിയെങ്കിലും വന്ന് കുറവൻ പേര് വന്ന് നാണു അല്ല പേര് വന്ന് നാണുവാണവേ അച്ഛാ ചെറുപ്പകാലം മുതൽ നാണു കെട്ടി കളിച്ചത് കൊണ്ട് എന്റെ അച്ഛനും അമ്മയും എനിക്ക് പേര് തന്നതാണ് നാണു എന്ന് അതെ ഞാനും എന്റെ മണിയേട്ടനും കൂടി എത്ര നാല് കെട്ടി കളിച്ച നമുക്കൊന്നും നാണൊന്നും പേര് കിട്ടിയില്ല അച്ഛാ നാര് കെട്ടി കളിച്ചതല്ല പറഞ്ഞത് നാണു കെട്ടി കളിച്ചത് കൊണ്ട് അങ്ങനെ നാണുക്കുറവൻ പേര് വന്നതാണ് അങ്ങനെയാ അതെ നാണു അവിടെ നാല് കൂടി പുറപ്പെട്ടെ അച്ഛാ ഞാനും എന്റെ ഭാര്യ ലക്ഷ്മി എന്റെ അമ്മ അങ്ങനെ മൂര നീ മൂര ഞാൻ മുട്ടി കെട്ട് അയാൾ മോന്തി കഴിക്കുക അതല്ലച്ചാ ഞങ്ങൾ അങ്ങനെ മൂവരും കൂടി അങ്ങനെ പുറപ്പെട്ടതാണ് എവിടെയാ അച്ഛാ എവിടെ പോയി ഞങ്ങള് പൂരം കണ്ടച്ചാ പൂരം കണ്ടച്ചാ ഇത് കണ്ടച്ചനല്ലേ അത് സമൂഹച്ചൻ അച്ഛാ പൂരം കണ്ടു എന്ന് പറയൂ അതെ വിദ്യാഭ്യാസമില്ല അച്ഛാ ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് ആ പൂരപ്പറമ്പിൽ വെച്ചിട്ട് എന്റെ ഭാര്യ ലക്ഷ്മി എന്നെ വിട്ടു പിരിഞ്ഞു പോയി അച്ഛന്റെ കൈവശം ഉണ്ട് എന്ന് പറയട്ടല്ലോ അയ്യേ വാലത്തെ കൈ വലുതായിട്ട് വയസ്സമില്ലാന്ന് എന്താച്ചാ അയ്യേ
വലത്തെ കൈ വാസം കേട്ടു. ഇപ്പൊ ഏത് കൈയാ നിങ്ങൾക്ക് വശം? ഇപ്പൊ ഇടത്തെ കൈ. അച്ഛൻ വിവരക്കെട്ട് പറയണ്ട. എന്റെ ഭാര്യന്റെ പേരാണ് ലക്ഷ്മി. അച്ഛന്റെ കൈവശം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. നാണുവോ? അതെ. അതായത് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ കുറച്ച് കച്ചവടക്കാരനാ. അച്ഛൻ കച്ചവടക്കാരനാണോ? കച്ചവടമൊന്നും ഇപ്പോഴും വിട്ടിട്ടില്ല. അച്ഛാ, നിങ്ങളുടെ കയ്യിൽ എത്ര ജോഡിയുണ്ട്? 12 ജോഡി. കുറച്ചേ ഉണ്ട്. അതെന്താ അച്ഛാ ഈ അര ജോഡിയായിട്ട് ഇങ്ങനെ വരാൻ കാരണം? എടാ അതൊന്നും മുണ്ടിയാണ്, അത് മെല്ലേ വരുവുള്ളൂ. അങ്ങനെയോ? 12 ജോഡി കുറച്ചേ ഉണ്ട്. അര ജോഡി അവിടെ വിടാം. അതെ, 12 ജോഡി ആടിയിട്ട് വരാം. അതിൽ ഏതാ നിന്റെ ഭാര്യ എനിക്കറിയില്ല. പക്ഷെ നിന്റെ ഭാര്യന്റെ അഴകൊന്ന് പറ ഷമുച്ച. കാരണം അഴക് അവിടെ ഇരിക്കട്ടെ, എന്റെ ഭാര്യനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ലക്ഷ്മിയായി എന്താണ് വെച്ചാ? അച്ഛാ, അവളെ നിങ്ങൾ വിളിച്ചില്ലേ? ഇത് തന്നെയാണ് എന്റെ ഭാര്യ ലക്ഷ്മി, മനസ്സിലായില്ലേ? കാരണം 6 മാസമായി വിട്ടുപിരിഞ്ഞു പോയിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഉടനെ ഒരു സത്യം ചെയ്യ പതിവുണ്ട്. അത് നിലവിളക്ക് കൊളുത്തിട്ടാണ്. അത് അവിടെ ഇരിക്കട്ടെ. എനിക്ക് ഇവളെ കൂടാതെ വേറൊരു ഭാര്യയും കൂടി ഉണ്ട് അച്ഛാ. ഇവളെ കൂടാതെ വേറെ ഭാര്യയോ? അതെ. എന്താണ് നീ പെണ്ണുങ്ങളുടെ കൂട്ടം? പെണ്ണുങ്ങളും മണ്ണുങ്ങളും കൂട്ടം കൂടുന്നവിടെ ആണുങ്ങൾക്ക് എന്താണ് കാര്യം? അച്ഛാ, അവള് കൂടി വന്നതിന് ശേഷം രണ്ടുപേരും ഞാൻ ഒരുമിച്ച് നിർത്തിയിട്ട് ഞാൻ നിലവിളക്ക് കൊളുത്തി സത്യം ചെയ്തിട്ട് പോവാ, മനസ്സിലായില്ലേ? എന്താ നിങ്ങൾക്ക് എന്താ സങ്കടം വരുന്നല്ലോ? അല്ല, വേറെ ഒന്നുമില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അച്ഛാ, 6 മാസം എന്റെ ഭാര്യ എന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ട്, മനസ്സിലായില്ലേ? അവൾ എവിടെ പോയി എന്നുള്ളത് എനിക്കറിയില്ല. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു സത്യം ചെയ്യിപ്പിച്ചിട്ട് എന്റെ വീട്ടിൽ കൂട്ടിട്ട് പോകുള്ളൂ. അതിനു വേണ്ടി ചെയ്യിപ്പിക്കണം ഞാൻ. 6 മാസം നിന്റെ ഭാര്യ പോയി പറഞ്ഞു നീ ചെയ്യിപ്പിച്ചു. 7 മാസം ഞാൻ വീട്ടിൽ നിന്നിട്ട് എന്റെ ഭാര്യ എന്നെ ചെയ്യിപ്പിച്ചു. വീട്ടിൽ വെറുതെ ഇരുന്നാ പിന്നെ നിങ്ങൾ എന്തിനാ സത്യം ചെയ്യണേ? വേറെ ഒന്നുമല്ല, ഞാൻ പണിക്ക് പോയില്ല, അവളെ പണിക്ക് പോവുക. അവൾ ഒരു ദിവസം പണിക്ക് പോയി. 30 രൂപ കൂലി കിട്ടി. അതെ. കുറിച്ചട്ടി കൊണ്ട് വെച്ചു. ഞാൻ അതിന്റെ അടുത്ത് കള്ളു കുടിച്ചു. അവള് വന്നു വീണ്ടും പണിമാറി വന്നിട്ട് കുറിച്ചട്ടി തപ്പി. എന്നിട്ടോ? പൈസ കാണാനില്ല. അപ്പൊ എന്ത് ചെയ്ത്? എന്റെ മക്കള് 2 ആളുണ്ട്. അവരുടെ അടുത്ത് ആരുടെ കൂടെ നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങളുടെ അടുത്തല്ലാതെ എന്റെ മക്കളുടെ അടുത്ത്. ഞാനടുത്തില്ല മാവന്ന്. അപ്പോളോ? മകളുടെ അടുത്ത്. ആരെ കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്? പിന്നെന്തേ? എന്റെ മകളുടെ അടുത്ത്. ഞാനും അടുത്തില്ല മേവന്ന്. അതെ. അപ്പോഴാണ് നാം കള്ളും കുടിച്ചിട്ട് വന്നത്. എന്നിട്ടോ? അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് നിങ്ങൾ കാശ് എടുത്ത് ആ കേട്ടു. ഞാൻ എടുത്തില്ല ആ പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ അപ്പൊ ചെയ്യണം എന്നായി. ഷൺമുഖ എന്ത് ചെയ്ത്? അപ്പൊ ചെയ്യണം പറഞ്ഞോ. ആ കള്ളു കുടിച്ച സ്പീഡില് എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി എന്ത് ചെയ്യണം കേട്ടു. സത്യം ചെയ്യണം പറഞ്ഞു. സത്യം ചെയ്യണം പറഞ്ഞോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത്? നിന്റെ മേല് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടല്ല, എന്നെ മഴുവെടുക്കണം എന്നായി. മഴുവെടുക്കണം പറഞ്ഞോ? എവിടെന്ന്? മഴുവെപ്പ എടുക്കണം പറഞ്ഞോ? മുക്കി കിടക്കണ മഴുവിന് തട്ടി കഴിച്ച് ആ ചക്ക അടുപ്പിന്റെ ഉള്ളിൽ കൊണ്ടിട്ടു. അടുപ്പിൽ കൊണ്ടിട്ടോ? എന്നിട്ടോ? അടുപ്പിലപ്പ കൊണ്ട് ആ ചക്ക മഴുവിനെ ഇട്ടോ. എന്റെ അടുത്ത് എന്റെ കെട്ടിയവള് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത്? ഞാൻ കുളിച്ചില്ല. ഞാൻ പോയി കൊണ്ട് പരീത്ത് കടത്തി തലമുക്കിയാണ് മുണ്ടാണ്ട് വന്നു. എന്നിട്ടോ? എന്നിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് എന്റെ കെട്ടിയവള് ആ മഴുവിനെ അടുപ്പിലിട്ട് ഊതി ഊതി സാധനം തുടേന്നായി. മഴുവ് തുടേന്നായോ? തീ കാച്ചിയതിന് ശേഷമോ? ഇരുമ്പ് ബന്ധുവില്ല അടുപ്പിൽ കിടന്നിട്ട്? പിന്നെ എന്നിട്ട് തുടേന്നപ്പ ആയോ അവൾ എന്റെ അടുത്ത് ഉള്ളി കൈയിടാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത്? ഞാൻ ഉള്ളി കൈയിട്ടില്ല. ഞാൻ നോക്കുള്ളൂ സാധനം തുടേന്നിരിക്കണം. എന്നിട്ടോ? ഒരിക്കൽ കൈ കൊണ്ടുപോയി, മനസ്സ് വന്നില്ല, കൈ ഇങ്ങോട്ട് എടുത്തു. അടുപ്പല്ലേ? 2ാം മറിയും കൊണ്ടുപോയി. തീയല്ല അതിന്റെ ഉള്ളില്? വീട്ടില്ല. ഇങ്ങോട്ട് കൈ എടുത്തു. എന്നിട്ടോ? 3ാം മറി ഏതായാലും ഉള്ളി കൈയിടാണ്ട് വിടില്ലാന്ന് എനിക്ക് മനസ്സിലായി. കൊടുന്നിട്ട് കൈയിട്ടു. കൊടുത്തു, കൈ കൊടുത്തു. അപ്പൊ അച്ഛന്റെ കൈ പൊള്ളിയില്ലേ? അതെങ്ങനെ പൊള്ളണേ? നീ എന്ത് വിവരക്കടാ പറയണേ? എന്തേ? അയ്യ അടുപ്പില് 6 മാസമായിടാ തീ മൂട്ടിട്ട്. ഓഹോ, ഇങ്ങനെയാണോ നിങ്ങൾ സത്യം ചെയ്ത്? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷം പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാ. അങ്ങനെ ആയിക്കോട്ടെ. ബാക്കി നമ്മൾക്ക് അടുത്തതിൽ കാണാം. പോട്ടെ എന്നാ, ശരി, വരട്ടെ. ടാറ്റാ.